ഒരു പുതിയ ചിത്രം രുതിരം. No character in this film will stay in a black and white tone. എല്ലാവരും ഗ്രേ തന്നെ. ഒരു അസ്ത്രവിദ്യ നടത്തുന്നു, അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു. ആക്ഷൻ സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള PR പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗും ആണ്. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം. ഒരു നെഗറ്റീവ് ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല. Slowly move to the left side. കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സുമാണ് വരുന്നത്. അത് ആരാണ് ആക്സ്, ആരാണ് ട്രീ എന്നുള്ളത് പ്രേക്ഷകന് പറയണം. അത് നമ്മൾ പറയുന്നില്ല. 8 മാസം മുമ്പ് കൂപ്പിൽ മരം വീണ മരിച്ചു. അതിന്റെ വല്ലതാണോ സാറേ? ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. ടർബോയിൽ ചെയ്തു, ടോബിൽ ചെയ്തു, പിന്നെ ഇവിടത്തെ ചെയ്തു. അപ്പോൾ അത് ഒരു പുതിയത്, ഐ തിങ്ക് ബിക്കോസ് വി ക്യാൻ ലേൺ മെനി തിങ്സ് ഇൻ സിനിമ. ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും, അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ. പക്ഷെ അത്ര ഈ പടത്തിൽ അത്ര കെയർ എടുത്തിട്ട് character knows he's a rowdy. Okay. He would walk in a very different way, which you can see in the movie. നമസ്കാരം. ഒരു പുതിയ ചിത്രം രുതിരം. ആദ്യം തന്നെ രുതിരം ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. ട്രെയിലർ കണ്ടു, അതിഗംഭീരം. Thank you. ജിഷോ സംവിധായകൻ, പ്രൊഡ്യൂസർ ലാലൻ സർ, രാജ്ബി ഷെട്ടി സർ, ഒപ്പം അപർണ ബാലമുരളി. ഈ 4 പേരും ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ രചനയും സംവിധാനവും. രചനയിലും ഭാഗമായിട്ടുണ്ട്, ഒപ്പം സംവിധാനവും നിർവഹിക്കുന്നത് ഒരു നവാഗത സംവിധായകനാണ്. താങ്കൾ ഇതിലേക്ക് എത്തുമ്പോഴേക്കും എന്തുകൊണ്ട്, സാധാരണ ചിലർ രചന സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ സംവിധാനം മാത്രം സ്വീകരിക്കാറുണ്ട്. ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ നേരത്തെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ? അതല്ല, എൻ്റെ കൂടെ ജോസഫ് കിരൺ എന്ന് പറഞ്ഞിട്ട് കോറേറ്റർ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് എഴുതിയത്. അപ്പം ഇതിൻ്റെ ഒരു കഥ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ജോസഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു ജേണിയിലാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് തന്നെ അതിൻ്റെ ഒരു പ്രൈമറി തോട്ടിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നുന്നു. അതിനേക്കാളും നന്നായിട്ട് എക്സ്പീരിയൻസ് ചിലപ്പം പറയാൻ പറ്റിയ രാജ് സാറിനായിരിക്കും. കാരണം നമ്മൾ ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സിലോട്ടാണല്ലോ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എപ്പോഴും മറ്റൊരാൾ എഴുതിയിട്ടുള്ള ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും ഒരു ടൈം എടുക്കും, അതിലേക്ക് ഇന്നാവാനായിട്ടുള്ള ഒരു ടൈം എടുക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഈസി വേ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഡിഫറൻസ്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ലാലൻ സാർ നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മലയാള ചിത്രം. ഇത് പല ഭാഷകളിൽ വരുന്നുണ്ട്. സാറിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധായകനിൽ വിശ്വസിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു കഥയിൽ വിശ്വസിക്കാനുള്ള ഒരു? ഈ സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പല സ്റ്റോറി കേട്ടിട്ടുണ്ട്, അതിലൊരു വ്യത്യസ്തം ഉണ്ടായി. അതുകൊണ്ടാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് ചെയ്യാൻ. രുദ്രത്തിൽ തന്നെ ആദ്യം ഇത് വെച്ചത്. മലയാളികൾക്ക് പ്രിയങ്കരനായത് ഇപ്പൊ ടോബി കന്നഡയിൽ റിലീസായി, അതിനുശേഷം മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്തെത്തി അവരുടെ മലയാള ചിത്രമായി ടോബിയെ മാറ്റി. അതിനു മുമ്പ് സാറിന് അവിടെ കന്നഡ പടങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇതിൽ നമ്മളിത് കാണുമ്പോഴേക്കും, ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സാർ അവിടെ നൽകിയ കന്നഡ ആ സിനിമകളിൽ നൽകിയ പെർഫോമൻസുകളെക്കാട്ടിയും കുറച്ചും കൂടി അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ട്രെയിലറിൽ കാണാം. ഇത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിലും ഇതിലൊരു വാക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം കോടാലി കൊണ്ട് നമ്മൾ മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും, പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം. ഇത് നേരത്തെ സാറ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് രുതിരം. ഡെഫിനറ്റ്ലി. ഇത് ഇത്ര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ്, പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു വേറെ ഒരു സ്റ്റോറി ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ട്. അതെല്ലാം നമുക്കത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് പോകുമ്പോൾ ചെറുതായിട്ട് വരും. So I think that's the beauty of this character, and no character in this film will stay in a black and white tone. എല്ലാവരും ഗ്രേ തന്നെ. So
I think it's a well-written script. I hope we have done the justice. പലപ്പോഴും ഒരു ആക്ടറിന് വേണ്ടത് കോമൺ സെൻസ്, റിഫ്ലക്ഷൻ, റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വലിയ നടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ സാറിന്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങൾ നമുക്കിങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഒരു ജോണൽ സാർ ഒരു ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ പോലും നന്മയും തിന്മയും ഒക്കെ ഉള്ള ഒരു ജോണൽ തന്നെയാണോ ഇതിലെ കഥാപാത്രം നിലനിൽക്കുന്നത്? അതെ, ഇതൊക്കെ വലിയ സ്പേസ് ഉണ്ട്. ഇത് അതേ പറഞ്ഞു ഞാൻ, ഇതൊരു നെഗറ്റീവ് ക്യാരക്ടർ, പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല. സോ ഇതൊരു ക്യാരക്ടറാണ്, ഒരു സാധാരണക്കാരൻ. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രോർഡിനറി ഒരു ഇന്റൻഷൻ വരും. അത് നല്ലതാ തെറ്റാ അത് നമുക്ക് പടം കണ്ടാൽ മനസ്സിലാവും. വി മേ നോട്ട് ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ഓർ വി മേ ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ബട്ട് സ്റ്റിൽ ഹി ബിക്കംസ് സംതിങ് എൽസ്. സോ അതാണ് അവന്റെ ജേർണി. അത് അവനക്ക് മാത്രമല്ല, ഈ പടത്തില് ഇപ്പോ ഈ ക്യാരക്ടറായാലും അങ്ങനെ തന്നെ. അത് ഐ തിങ്ക് യു വിൽ ടെൽ. അപർണയ്ക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ലാസ്റ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, കിഷ്കിന്ധ കാണ്ഡം. അതിനുശേഷമാണ് രുദ്രം റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന വിദ്യയിലായിക്കോട്ടെ എല്ലാത്തിലും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ പടത്തിലുണ്ടായിരുന്നു. ഉണ്ട്. എനിക്ക് പൊതുവെ പരാതി ഇല്ല. എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ ക്യാരക്ടേഴ്സേ പൊതുവെ ഭയങ്കര കുറവാണ്. അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ശരി തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ്. അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദ്രം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്കൊന്ന് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ, പ്രത്യേകിച്ച് ഒരു അസ്ത്രവിദ്യ നടത്തുന്നു, അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മൾ മറ്റേ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നല്ല കൊറിയോഗ്രാഫിയാണ് മൊത്തം ഈ ഫൈറ്റ് സീക്വൻസിൽ പോകുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ, രുദ്രത്തിന്റെ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു പ്രകൃതി ശോഭം പോലെ തന്നെ അതിനിടയിൽ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ, ഇതില് ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ആ സ്റ്റോറിയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. സോ എവിടെ ഈ ക്യാരക്ടർ ജീവിക്കുന്നത്, എവിടെ ഇവർ ആക്ച്വലി where they are living is a very important part of this film. Without that place, I think the film wouldn't happen. Because if it happens in some city, the story would be entirely different. Yes. Because it's a absolutely isolated land which is beautiful in nature. The story happens there. Okay. ഈ ഫസ്റ്റ് പടമാണ്. അപ്പോൾ സാധാരണ പലപ്പോഴും നമുക്കിങ്ങനെ സിനിമയ്ക്ക് ആൾക്കാരെ വേണമെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാം, ഒരു കോമഡി പടമായിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഒരു പ്യുവർ സിനിമ അതിന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു ഡയറക്ടറിന്. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഇമോഷൻസിലൂടെ പോയിട്ടുള്ള ചില കാര്യങ്ങളാവും. ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്കൊരു എൻ്റയർ സബ്ജക്റ്റ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പം ഇതിൽ ഈ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എൻ്റെ സർക്കിളിൽ 1-2 പേരായിട്ട് ഞാൻ പറഞ്ഞു. മാത്യുവിന് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ചില ഷെയ്ഡ്സാണ് ഞാൻ പറയുന്നത്. അത് എന്താ പറയുക, അതിൻ്റെ മോട്ടീവും അത്തരം കുറേ കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു. അപ്പോൾ മാത്യു ആണ് നമ്മളിലേക്ക് ഫസ്റ്റ് വരുന്ന ആൾ. പിന്നീട് ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടറും സ്വാതി എവിടെയാണ്, ഇവർ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് ഈ പറയുന്ന
ഈ ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ഈ ആക്സ് ഫോർഗറ്റ്സ് ബട്ട് ദ ട്രീ റിമെമ്പേഴ്സ്. അപ്പം ഇത് തന്നെയാണ് ഇവരുടെ ഒരു കണക്ഷൻ പോയിന്റ് ഈ സിനിമയിൽ. അത് അവസാനം വരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആ ഒരു കണക്ഷൻ കിട്ടും. ആ അവസാനത്തിൽ നമ്മളത് ഒരു ഓപ്പൺ എൻഡ് ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അത് ആരാണ് ആക്സ് ആരാണ് ട്രീ എന്നുള്ളത് പ്രേക്ഷകന് പറയാം. അത് നമ്മൾ പറയുന്നില്ല, നമ്മുടെ സൈഡിൽ നിന്ന് പറയുന്നില്ല ഇയാളാണ് ട്രീ ഇന്നാളാണ് ആക്സ് എന്നുള്ളത്. അത് പ്രേക്ഷകന് പറയാം. ഓക്കെ. നമ്മളിപ്പോൾ സാധാരണ ഈ വാളെടുത്തവൻ വാളാലെന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളും ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, അതൊരു ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു നായക്കുട്ടിയും അപ്പം ഒരു എലിക്കുഞ്ഞൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നായക്കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനുഷ്യരോടൊപ്പം തന്നെ അവരും അഭിനയിക്കുന്നത് തന്നെ കാണാം. കാരണം അത്രയ്ക്ക് എന്തോ ഒരു പേടിച്ചിരിക്കുന്നത് എന്തോ ഒരു സംഭവം പോലെ അവരും ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടി തന്നെയാണ്. നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം ഒരു പിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ബീഗിളുടെ ഡോഗിൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. പിന്നെ വേറെയും 1-2 ഈ അനിമൽസ്, ഐ മീൻ ഒരു ബീ, അതുപോലെ തന്നെ ഒരു റാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദേ ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. ഇവരുടെ ലൈഫുമായിട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. രാജ് സാറ് ഇപ്പോൾ അദ്ദേഹം പുതുമുഖ സംവിധായകനാണ്. അദ്ദേഹം ഈ കഥയുമായി സാറിനെ സമീപിച്ചപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇതിന് യെസ് എന്ന് പറഞ്ഞത്? അതെ, ഫസ്റ്റ് ക്യാരക്ടർക്ക് വേണ്ടി. സോ ഇതിൽ ഉള്ള എല്ലാ ക്യാരക്ടറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിൽ നോർമലി ഒരു കമേഴ്ഷ്യൽ പടത്തിൽ ഈ ഒരു ലേയേഴ്സ് കിട്ടില്ല, ഒരു ഡെപ്ത് ഇല്ലാതെ പോകും. സോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഈ ക്യാരക്ടർ ഇവൻ നല്ലതെന്ന് we don't know, like he is very good. He can be very emotional, he can be very sensitive, and even other characters, they can be absolutely gentlemen, but they will have a past, so which is very scary. So അപ്പോൾ ആ ആംഗിളിൽ കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ? സോ can I explore this, because I haven't done this character till now. So let me explore. അതാണ് എൻ്റെ അപ്രോച്ച് ഈ പടത്തിൽ. അവന് എങ്ങനെയാണ് ഇപ്പം അദ്ദേഹം ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്, പൂർണ്ണമായി കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമയെ കുറിച്ച്? എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പിച്ച് ഡെക്ക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ചേട്ടനാണേലും അത് എന്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിൽ അതേ ഒരു ലെവലിൽ അവർക്ക് അത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും അതിൻ്റെ മ്യൂസിക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ ഒന്നും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. കാരണം ആദ്യം എന്താണോ ആ ക്ലാരിറ്റി അവർക്കുള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത്. ഓക്കെ. ഈ പ്രത്യേകിച്ച് അപർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു, അടുത്ത മലയാളത്തിൽ കിഷ്കിന്ധാകാന്ഡം, അതിനു മുമ്പ് ദേശീയ അവാർഡ് നേടുന്നു. അപ്പോൾ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അപർണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രതിബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുണ്ടോ? ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പോൾ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് അവിടെ ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ത കമ്മിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഇപ്പം രുദ്രത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിങ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പം സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പം ചില സിനിമകൾ സാറ് ഡബിങ് സാറ് വേണ്ടാന്ന് വെക്കുന്നതാണോ അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണോ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ
സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണോ, അതിൽ നിന്ന് മാറുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം? എനിക്കിഷ്ടമാണ് ഡബിങ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചില ഫിലിമിൽ ഇപ്പോൾ സംവിധാനത്തിൻ്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും. അതിൻ്റെ സ്ലാങ് വേറെ, അതിൻ്റെ ഇൻറ്റോനേഷൻസ് വേറെ. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല. ഓക്കെ. സോ ഇൻ ദിസ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈവൻ സിങ്ക്. അത് ഇതാണ് നമ്മുടെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട്. സോ അപ്പോൾ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ എടുക്കുന്നത് അതേ ട്രെയിലറിലുണ്ട്. സോ വി പ്രിപ്പയർഡ് എ ലോട്ട് ലൈക്ക് ടു സൗണ്ട് ലൈക്ക് ഔട്ട്സൈഡർ ഹു ഇസ് സെറ്റിൽഡ് ഇൻ കേരള ഹു ക്യാൻ സ്പീക്ക് മലയാളം. ഓക്കെ. സോ അങ്ങനത്തെ ക്യാരക്ടർ. അപ്പം ആ സ്ലാങ് വളരെ സാറിപ്പോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ. അപ്പം അത് ക്യാരക്ടറിന് വളരെ ആവശ്യമായിരുന്നു, കറക്റ്റ് ആയിരുന്നു, ക്യാരക്ടർക്ക് അത്ര ആവശ്യമായിരുന്നു. സോ അങ്ങനെ ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ്. രുദ്രം പൂർണ്ണമായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ്. ഉറപ്പായിട്ടും. എന്തൊക്കെയാണ് അതിനു വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത്? ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട്? അതിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ജെന്യുവൻ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തം അറ്റൻഷൻ ആദ്യം ഇറക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ഇതിന്റെ ബാക്കിലും ഉണ്ട്. ഇതിന്റെ അതിരുന്നുണ്ട് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും. അപ്പോൾ ഇവർ രണ്ടുപേരിൽ മാത്രം ഫോക്കസും രുദ്രത്തിൽ മാത്രം ഫോക്കസും. സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസ് പേരുകളും എല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്ററിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ആയിട്ട് ഈ കഥാപാത്രങ്ങൾ ഇരിക്കുന്നു, പെട്ടെന്ന് രുദ്രം കാണുന്നു. അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും. പോസ്റ്ററിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് ആ സിനിമയുടെ പാറ്റേൺ അടിസ്ഥാനമാക്കി തന്നെയാണോ പോസ്റ്റർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിനിമയുടെ ആ സിനിമ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ. ഇതിന്റെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മ്യൂസിക്സ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മ്യൂസിക്സ് ആണ്. ഓക്കെ. ഈ ഫോർ മ്യൂസിക് ഇപ്പൊ ട്രെയിലറിലും അവർ തന്നെയാണ് ചെയ്തത്. അവരെനിക്ക് തോന്നുന്നു ഒരു കുറച്ചധികം നാളായിട്ട് അവരൊപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ കരിയർ. അവർ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണി അവരുടെ ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. സർ, ലാൽ സർ, ഇപ്പോൾ മലയാളത്തിലൊരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് വേണം. ഇത് ഒരു പാൻ ഇന്ത്യൻ തരത്തിലേക്കും കൂടി പടം പോവുകയാണ്. പക്ഷെ ഈ പടം എന്ന് പറയുന്നത് ഇപ്പൊ സാർ ഓൾറെഡി കന്നഡ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, അവിടെ പോപ്പുലർ ആണ്, ബാക്കി എല്ലാവർക്കും നാഷണലി സാറിനെ അറിയാം, അപർണയും അറിയാം ഇതിന്റെ. ഒപ്പം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സാർ ഇത് പ്രിവ്യൂ കണ്ടായിരുന്നു പടത്തിന്റെ? കണ്ടായിരുന്നു. സാറിന് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പുള്ളി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അത് മാത്രമേ ഒരു പാനിന്റെ രീതിയിലേക്ക് പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് ഇപ്പം അന്യഭാഷകളിലും സാറും അപർണയും തന്നെയാണ് ഡബ് ചെയ്യുന്നത്. കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല. ഓക്കെ. സോ അത് ചെയ്യും. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മലയാളം പിന്നെ സിംഗ് സൗണ്ട് ആണ്. ചെയ്തിട്ടില്ല. ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴേക്കും, ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ്, ട്രെയിലറിൽ കാണുമ്പോഴേക്കും രണ്ടുപേരും അറിയുന്ന ഫേസസ് ഉണ്ട്, പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ഇതിനു വേണ്ടി ഓഡീഷൻ നടത്തി എടുത്തതാണോ? അതെ, അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, അലൻ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഒരു 1.5 മാസത്തെ അവൻ്റെ എഫേർട്ടും പിന്നെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീം, ഇപ്പോൾ ക്രിസ്, ജോമോൻ, അവരെല്ലാവരും, നവീൻ, എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ല, ആ ഒരു കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു, അതിനുവേണ്ടി പ്രത്യേക ഓഡീഷൻ വെച്ചിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. ഉണ്ടായിരുന്നു. അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രൂമിങ്ങും ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. ഈ പലപ്പോഴും നേരത്തെ എന്നോട് സംസാരിച്ചപ്പോഴും രാഷ്ട്രീയത്തിന്റെ, സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം, സിനിമയ്ക്ക് ആവശ്യമുള്ള രാഷ്ട്രീയവും സംവിധായകൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള, PR പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പൊ പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ സിനിമയിലേക്ക്, പ്യുവർ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് എന്താ പറയുക, അത് കുറച്ചും കൂടെ നമ്മൾ മെറ്റീരിയലായിട്ട് ഒരു കാര്യത്തെ സമീപിക്കുന്നതാണ്. കുറച്ചുകൂടെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ മണി റിലേറ്റഡ് ആണ്. കുറച്ചൊക്കെ നമ്മുടെ ഒരു ജോബാണ്, കുറച്ചും കൂടെ മണി റിലേറ്റഡ് ആണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ നമ്മളൊരു പാഷനാണ്. അപ്പം ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗും ആണ്. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം അല്ലേ, അതും ചെറിയൊരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഗിമ്മിക്കുകളാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ടൈംലെസ് ആണ്. നമ്മൾ വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും.
ആ പ്രൊഡക്റ്റ് നിങ്ങളോട് സംസാരിക്കണം. ഓക്കെ. ഭയങ്കര ഡിഫറെൻ്റ് ആണ് രണ്ടും. ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായക്കുട്ടിയായിട്ട് ഇന്റിമസി സീൻ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം, അതിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു ചെയ്യുന്നതിൽ രണ്ടുപേർക്കും താല്പര്യമാണോ? എനിക്കിപ്പം പെറ്റെന്ന് പറയുന്നത് ഇതിലിപ്പം ഒരു ബീഗിളാണുള്ളത്, തന്നെ എനിക്കിഷ്ടമാണ്. എനിക്കില്ല പേഴ്സണലി പെറ്റില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുദ്രം എന്ന് പറയുന്നത് തന്നെ. ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം. അപ്പം അതിൻ്റെതായിട്ടുള്ള ബ്രേക്ക്, ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 50ഓളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ്. നമ്മളൊരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. അപ്പം ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റണ്ട് മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണം. പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മൾ ആ ഫിസിക്കൽ മെന്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്, അത്രത്തോളം രസകരമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യാനും. ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോയത്. സാറിനും ഇതേ അഭിപ്രായം തന്നെയാണ്? അത്രയും ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പാടെടുത്ത് 2-3 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒരു 30 സെക്കൻഡിൽ വന്ന് തീർന്നു പോയെന്നുള്ളത്. അപ്പൊ അതിനോട് അതിനൊരു വേർതിരിവുണ്ടോ? മറ്റേ റോളുകളാണ് അഭിനയിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് എനിത്തിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫിലിം വി നീഡ് ടു ഡു ആസ് അവർ ജോബ്. ഇതിൽ ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ടർബോയിൽ ചെയ്തു, ടോബിൽ ചെയ്തു, പിന്നെ ഇവിടത്തെ ചെയ്തു. അപ്പോൾ അത് ഒരു പുതിയത്. ഐ തിങ്ക് ബിക്കോസ് വി ക്യാൻ ലേൺ many things in cinema. I am a filmmaker. Appo I don't tell like it is very physically straining, I don't want to do action. I cannot decide that. Adu a script la action undu, action integral part aanu. Appo njan cheyu. Pinne pets I like pets. I love pets, like whenever they are around I like I don't even want to shoot. ഇതിലും ഒരുപാട് പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ്. If there is a beagle in the set, like I would be playing with. Okay, ready, sir, ready, sir. അപ്പോൾ ഒരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും, അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ. പക്ഷെ അത്ര ഈ പടത്തിൽ അത്ര കെയർ എടുത്തിട്ട് ആ ബ്രേക്കെല്ലാം കൊടുത്തിട്ട് ഇല്ലെങ്കിൽ സഫോക്കേഷൻ ആവും. If it is an indoor, we need to take the pet out, and I will be fighting like no, we need to take the pet out. ഞാൻ പെറ്റ് കെയർ എല്ലാവരും മാറി മാറിയൊക്കെ നടത്തിക്കാനൊക്കെ പോകും. ഓക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട്. അവര് സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്, സാറ് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോടൊരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ, അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു സിനിമയിൽ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് എന്താണ് സാർ ചെയ്യേണ്ടത്? സാറിന്റെ ഒരു ഉപദേശത്തിൽ അവരെന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത്? രണ്ട് ഇത് വേണം, ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ. അത് ആക്ച്വലി ഈവൻ ഇഫ് സംബഡി ഈസ് നോട്ട് ആൻ ആക്ടർ, he can become an actor if he has these two elements, curiosity പിന്നെ observation. നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം. അവരെന്തിനാ അങ്ങനെ, why is he standing like that? Whenever a person walks, it is not his body walking, it is his mind and body walking. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആള് അവൻ്റെ വാക്കിംഗ് വേറെയാണ്, അതിങ്ങനെ ബോഡിക്ക് അറിയാം കോൺഫിഡൻറ്റ്. സോ ബിക്കോസ് ഓഫ് ദ മൈൻഡ് ദ ബോഡി മൂവ്സ്. So if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is very observant towards human beings, I think he can learn a lot from life. Like illingly, okay, I will watch a film and learn. It's a very boring approach too, because somebody has watched a person and then became this person. And that's not the only, we are not copying also, we are just observing. Like even if the person is walking, there is so much that will tell. So much that will tell. Every time I always tell in my film, it is the hardest part of acting is walking as a character. Walking as a character, like walking as a character, if you can crack that, the rest will find its place. Adu etto
ടഫായിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ ഇത് ഒന്ന് മൊട്ടയ കഥയിൽ അതിൻ്റെ മുമ്പ് ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു 15 ദിവസം ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ I was kept on walking because I need to feel right as a character, till I could find the movement of the character. Even with Garuda Gamana, I started wearing mundu and started moving because I wanted to see how my body moves in the cloth, and I wanted to see how, because there are two simple psychologies. If a character knows he's a rowdy, he would walk in a very different way, which you can see in a movie called as Rupantara. If a character is rowdy but he doesn't know that he's a rowdy, so he would walk in a very different way that you could see in Garuda Gamana Rishabhavahana. ഓക്കെ. രണ്ടുപേരും റൗഡിയാണ്, പക്ഷേ ഒരു ചെറിയ സൈക്കോളജി ഡിഫറൻസ് അവരുടെ കംപ്ലീറ്റ് ഇത് മാറും. സോ ഐ തിങ്ക് ദാറ്റ് വി നീഡ് ടു ബി വെരി ക്യൂരിയസ് ആൻഡ് ഒബ്സർവ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപർണ, പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായികയായാൽ തിരിച്ചിങ്ങോട്ട് വരാറില്ല, അവിടെ ബിസി ആയിട്ടൊക്കെ പോകും. പക്ഷെ അപർണ ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു. ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ? അതെ, ഇനി അങ്ങനെ തന്നെയാണ്. മലയാളത്തിലും ഉണ്ട്, തമിഴിലും കേൾക്കുന്നുണ്ട്, തന്നെയാണ് പോകുന്നത്. അപ്പൊ മലയാളത്തിലും തമിഴിലും ഒക്കെ റിലീസാവുന്ന പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് രുദ്രം ഡിസംബർ 13 റിലീസ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഹൈപ്പ് കൂട്ടണ്ട, പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ശരി, വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന ഡിസംബർ 13 റിലീസ് ആവുകയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും, എല്ലാ ഭാഷയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ പാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവമല്ലേ, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ചെറിയ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പാൻ ഇന്ത്യ, ആ ഒരു ഇന്ത്യ ഉദ്ദേശിക്കുന്ന ചെറിയൊരു കുട്ടിപ്പടം എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നു എന്നുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് പ്രേക്ഷകരോട് ഡയറക്ടറിന് പറയാനുള്ളത്? ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ, എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത്, ഒരു പരിധി വരെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ പടത്തിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പം അതിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും. പിന്നെന്താ, ഭയങ്കര ജെനുവനായിട്ട് ഈ കഥനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ബാക്കി കണ്ടിട്ട് പറയാം. അതുപോലെ തന്നെ 2 നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അത് രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ 2 പേരുടെയും പ്രേക്ഷകർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഈ സിനിമ തരുന്നുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അത് നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത രാജ്ബി ഷെട്ടിനെയും അപർണയെയും കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എസ് എ മേക്കർ. ഓക്കെ സാർ, ഇത് ശ്രീ ഗോകുലം ഗോപാലൻ പ്രസൻസ് എന്നുള്ളൊരു കൂടി അദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ എത്രമാത്രം സന്തോഷമുണ്ട്? അത് കുറച്ചും കൂടി പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്? 100% സന്തോഷമുണ്ട്. ഓക്കെ, 100%. ആൻഡ് രാജ് സർ, അപർണ, എന്താണ് ഫൈനലി പ്രേക്ഷകരോട് രുദ്രത്തെ കുറിച്ച് പറയാനുള്ളത്? ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ല്. എല്ലാ ടെക്നീഷ്യൻസും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സും ഞങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് ഇതിക്ക് എടുത്തിട്ടുണ്ട്. സോ ഗിവ് us a chance and watch the film in theatre, and then you are free to critique or comment or compliment the movie. That's absolutely your freedom. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ജെനുവൻ എഫേർട്ട് ഉണ്ട്. ആ ജെനുവൻ എഫേർട്ടിനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക എല്ലാവരും സിനിമ. നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും. സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ ചെന്നത് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇവർ അറിയിക്കുന്നതായിരിക്കും. ഇതൊരു വൻ സക്സസ് ആയി മാറട്ടെ രുദ്രം. ഇനിയും ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ. നന്ദി. താങ്ക് യു.